അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വള്ളിയായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സോ ഞാനിത് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെയിൻസ് ഉണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ 12 ചെയിൻസ്, അതിൻ്റെ അകത്ത് ഒന്നിലൂടെ നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നീഡിലുണ്ടെങ്കിൽ നീഡിൽ യൂസ് ചെയ്യാം. ഹുക്ക് യൂസ് ചെയ്ത് വന്നിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഹുക്ക് യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റിയിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നല്ലവണ്ണം ഒന്ന് 2 സൈഡിലും ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടണം. നമ്മുടെ ആ പിങ്ക് യാണ് വന്നിട്ട്. സോ അത് ഞാൻ കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് ടൈ ചെയ്തെടുക്കണം. സോ ടൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹുക്ക് യാണിലൂടെ കയറ്റാൻ നോക്കുകയാണ്. അത് ഏകദേശമൊക്കെ ഒന്ന് കിട്ടി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ ആ ഒരു എക്സസ് യാണുണ്ടല്ലോ, ആ യാണ് ഈ കെട്ടിവെച്ച യാണിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ആ ഒരു സാധനത്തിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കണം. സോ നല്ല ലെവലായിട്ട് ഇരുന്നാലും നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കണം, 3 നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ ഒരേ വലിപ്പത്തിൽ കിട്ടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒന്ന് കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബാക്കി 2 ചെറുതും. അപ്പോൾ ചെറുത് 2 സൈഡിലും വലുതൊന്ന് നടുവിലും, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ലെവലായിട്ട് തന്നെ കിട്ടും കേട്ടോ.
3 കൂട്ടി കെട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്.